ക്ഷേത്ര വിമോചനത്തിനായുള്ള ഹിന്ദു ഐക്യവേദിയുടെ ടെമ്പിൾ പാർലമെന്റ് ആരംഭിക്കുന്നു. സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക്. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒരു ഉടമ്പടി, കേന്ദ്ര സർക്കാരുമായിട്ടാണ് അവർ ഒപ്പുവെച്ചത് ഈ ക്ഷേത്രങ്ങൾ കൈമാറിക്കൊണ്ട്. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഉണ്ടായത്. നമ്മളെല്ലാം വിചാരിച്ചത് ജനാധിപത്യ സർക്കാരിന്റെ കീഴിലേക്ക് വരുമ്പോൾ പണ്ട് ടിപ്പുവിന്റെ കാലത്തുണ്ടായ പോലെ, മുഗളന്മാരുടെ കാലത്തുണ്ടായ പോലെ, പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായ പോലെ, മുസ്ലിം അധിനിവേശത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പോലുള്ള ആക്രമണങ്ങൾ ഇനി ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടാവില്ല. ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കപ്പെടും, ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടും എന്ന പൂർണ്ണമായ വിശ്വാസം നമ്മൾക്കുണ്ടായിരുന്നു. പക്ഷേ 75 വർഷം ദേവസ്വം ബോർഡിന്റെ കീഴിൽ അധികാരത്തിൽ പ്രവർത്തിച്ചിരുന്ന ആ ക്ഷേത്രങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ലക്ഷക്കണക്കിന് ഏക്കർ ക്ഷേത്ര ഭൂമികൾ ഈ 75 വർഷം കൊണ്ട് ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെട്ടു. 1811 കേണൽ മൺട്രോ ഒരൊറ്റ ഓർഡിനൻസിലൂടെ അന്നത്തെ നാട്ടുകാർ ഭരിച്ചിരുന്ന ക്ഷേത്രങ്ങൾ ഒരൊറ്റ ഓർഡിനൻസിലൂടെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ക്ഷേത്രങ്ങൾ സർക്കാരിലേക്ക് ഏറ്റെടുത്തപ്പോൾ അന്ന് സർക്കാർ ഭൂമിയിലേക്ക് ഇടകലർന്നു പോയ ദേവസ്വം ഭൂമികൾ അന്ന് നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ദേവസ്വം ഭൂമി സർക്കാർ ഭൂമിയായി മാറി, റവന്യൂ ഭൂമിയായി മാറി. 950 ശേഷം ദേവസ്വം ബോർഡുകൾ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള കഥയും വ്യത്യസ്തമല്ല. ക്ഷേത്ര ഭൂമികൾ അന്യാധീനപ്പെടുന്നു, ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നു, ക്ഷേത്രത്തിന് വരവ് ചെലവ് കണക്ക് പോലും ഇല്ലാത്ത അവസ്ഥ വരുന്നു. അതും അതാത് കാലത്തെ വരവ് ചെലവ് കണക്കില്ല, ഓഡിറ്റ് റിപ്പോർട്ടില്ല, ഇൻവെന്ററി ഇല്ല, രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കെടുതികളുടെ, ക്രമക്കേടുകളുടെ, അഴിമതിയുടെ ഒരു പെരുമഴ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പുറത്തു വന്നു വായിച്ചു. ഹൈന്ദവ സമൂഹം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഗൗരവമായി ഉയർത്തുന്ന ഒരു ചോദ്യം, ഈ ദേവസ്വം ബോർഡുകൾ ഇങ്ങനെ നിലനിൽക്കുന്നതിൽ എന്താണ് അർത്ഥം? അതാണ് ടെമ്പിൾ പാർലമെന്റ് ഉറക്കെ ചിന്തിക്കുന്നത്. ഈ ദേവസ്വം ബോർഡുകൾ അതിന്റെ ധർമ്മം നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ദേവസ്വം ബോർഡുകൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ, ഈ ദേവസ്വം ബോർഡുകളെ നിശ്ചയിക്കേണ്ടത് ആരാണ്? കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപ് കേരളം ഭരിച്ച സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മരുമകൻ ആണെന്നാണ് തോന്നുന്നത്, കെ ഗുപ്തൻ, മരുമകൻ ഗുപ്തൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. അന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൽ വരുന്നത് എന്നാണ്. ശബരിമലയിൽ എത്തുമ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശബരിമലയിൽ വരുന്നത്, ക്ഷേത്രത്തിൽ പോകുന്നത്. ക്ഷേത്രത്തിൽ പോകാത്ത അവിശ്വാസിയായിട്ടുള്ള, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ദേവസ്വം ഭരിക്കുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായി. ഇതെല്ലാം ക്ഷേത്രങ്ങൾ നേരിടുന്ന, നാം വിശ്വസിച്ചേൽപ്പിച്ച ഭരണ സംവിധാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. ഇപ്പോ ഒറ്റമൂലിയായിട്ട് ജയകുമാർ എന്ന IAS ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. ആരാണ് നിശ്ചയിച്ചത് ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്? ദേവസ്വം നിയമം അനുസരിച്ച് ബോർഡ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത് ക്യാബിനറ്റിലെ ഹിന്ദു മന്ത്രിമാർ ചേർന്നാണ്. ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത് നിയമസഭയിലെ ഹിന്ദു MLA മാരാണ്. ആരാണ് കെ ജയകുമാർ IASനെ നിശ്ചയിച്ചത്? പത്രവാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കി, കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ CPIM സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു എന്നാണ്. ആരാണ് CPIM സെക്രട്ടേറിയറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ? എന്ത് അധികാരമാണ് അവർക്കുള്ളത്? ആരാണ് അവർക്ക് അധികാരം കൊടുത്തത്? ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് CPM ആണോ, കോൺഗ്രസ് ആണോ? എന്തുകൊണ്ടങ്ങനെ തീരുമാനിക്കുന്നു? ജയകുമാർ എന്ന ഒറ്റമൂലിയെ വെച്ച് ഈ വിഷയങ്ങൾ മുഴുവൻ പരിഹരിക്കാം എന്ന് ഇവർ കരുതുകയാണ്. ജയകുമാർ എന്ന ഒറ്റമൂലിക്ക് ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ആ ഒറ്റമൂലി ഒരിക്കൽ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറായിരുന്നു. അന്ന് നടക്കാത്തതൊന്നും ഇനി നടക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ആ ഒറ്റമൂലിയുടെ സൗഹൃദപരമായ മുഖം മുന്നിൽ വെച്ചുകൊണ്ട്
ദേവസ്വം ബോർഡ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പിന്റെയും വൃത്തികെട്ട അഴിഞ്ഞുനാറിയ മുഖത്തെ മറച്ചു വെക്കാം എന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ, വിശ്വാസികൾ നിങ്ങൾക്ക് മാപ്പ് നൽകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കരുതണ്ട. കാരണം ഒരു ജയകുമാർ, ആ ജയകുമാറിനെ മുന്നിൽ വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം ഈ അഴിമതിയുടെ കരങ്ങൾ, അഴിമതിയുടെ വേരുകൾ ദേവസ്വം ബോർഡിന്റെ സർവ്വ മേഖലയിലേക്കും ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ജയകുമാർ സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നപ്പോൾ ശബരിമലയിലെ അഴിമതി, ദേവസ്വം ബോർഡിന്റെ അഴിമതി ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള ബസ് സർവീസ് സൗജന്യമാക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെ സൗജന്യമാക്കാൻ തയ്യാറായിക്കൊണ്ട് ദേവസ്വം ബോർഡിലെ ആളുകൾക്ക് ഔദ്യോഗികമായി കത്ത് നൽകി, ഞങ്ങൾ നിലയ്ക്കൽ മുതൽ പമ്പ വരെ അയ്യപ്പന്മാരെ സൗജന്യമായി കൊണ്ടുപോകാം എന്ന് പറഞ്ഞത് വിശ്വഹിന്ദു പരിഷത്താ കേരളത്തിൽ. എന്തേ ജയകുമാർ ആ നിലയ്ക്ക് അതിനെ സ്വാഗതം ചെയ്യാത്തത്? ജയകുമാർ പറഞ്ഞത് KSRTCക്ക് നിലനിൽക്കണ്ടേ എന്നാണ്. അപ്പൊ KSRTCക്ക്, സർക്കാരിന് നിലനിൽക്കാൻ അയ്യപ്പന്മാരെ കൊള്ളയടിക്കണം എന്നാണോ പറയുന്നത്? അപ്പൊ അയ്യപ്പന്മാരെ കൊള്ളയടിച്ചുകൊണ്ടേ സർക്കാരിന് ഇവിടെ നിലനിൽക്കാൻ കഴിയൂ എന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ, ഇനി അത് അംഗീകരിച്ചു തരാൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹം തയ്യാറല്ല എന്ന് ഈ ടെമ്പിൾ പാർലമെന്റ് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക. ഇനി നിങ്ങളുടെ കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും നിന്നു തരാൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹം തയ്യാറല്ല. ഇതാണ് ഈ ടെമ്പിൾ പാർലമെന്റ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊന്ന്, നമുക്ക് ശബരിമല തീർത്ഥാടനം ആരംഭിക്കാറായി. ഇനി ദിവസങ്ങൾ 4 ദിവസം ബാക്കിയുണ്ട് ശബരിമല തീർത്ഥാടനത്തിന്റെ നട തുറക്കാൻ. എന്താണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് നാളിതുവരെ? ശബരിമല തീർത്ഥാടനത്തിന് വരവേൽക്കാൻ, അയ്യപ്പന്മാരുടെ ദുരിത പർവ്വത്തിന് അറുതി വരുത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഉണ്ടാവാറില്ല. കഴിഞ്ഞ വർഷം മഹത്തായ കാര്യം നടന്നു എന്നാണ്. എന്താ? ശബരിമല തീർത്ഥാടനം സുഗമമായി നടന്നു. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഭരണം നന്നാവുമോ? ഇല്ല. ശബരിമല തീർത്ഥാടനം നന്നായി നടന്നാൽ ദേവസ്വം ബോർഡ് ശരിയായി എന്നാണോ അർത്ഥം? അല്ല. ദേവസ്വം ബോർഡിലെ ശബരിമല തീർത്ഥാടനത്തെ മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ശബരിമലയിൽ നിന്നും ഹൈന്ദവ സംഘടനകളെ പുറത്താക്കിയത്, ഭക്തജന സംഘടനകളെ പുറത്താക്കിയത്? സന്നിധാനത്ത് നിന്ന് ഹൈന്ദവ സംഘടനകളെ പുറത്താക്കി. എന്തിനു വേണ്ടിയാ? ഇപ്പോ നമുക്ക് മനസ്സിലാകുന്നു, ഇവരുടെ കൊള്ള നടത്താൻ വേണ്ടിയാണ്. ശബരിമലയെ കൊള്ളയടിക്കാൻ, ശബരിമലയെ കൊള്ള ചെയ്യാൻ അവിടെ ഹൈന്ദവ സംഘടനകളുടെ സാന്നിധ്യം അവർക്ക്